അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് وَلْتَنْظُرْ نَفْسٌ مَا قَدَّمَتْ لِغَدٍ وَاتَّقُوا اللَّهَ إِنَّ اللَّهَ خَبِيرٌ بِمَا تَعْمَلُونَ وَلَا تَكُونُوا كَالَّذِينَ نَسُوا اللَّهَ فَأَنْسَاهُمْ أَنْفُسَهُمْ أُولَئِكَ هُمُ الْفَاسِقُونَ. സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകളെ, ഇത്തഖുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് നിങ്ങൾ വഴിപ്പെടണേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണേ. വൽ തൻദുർ നഫ്സുൻ, ഓരോ ശരീരവും ചിന്തിക്കട്ടെ, ഓരോ ശരീരവും നോക്കട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി തയ്യാർ ചെയ്തിരിക്കുന്നത് എന്ന് ഓരോ ശരീരവും നോക്കട്ടെ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, നിങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിചാരണ നടത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഒന്ന് സ്വയം വിചാരണ നടത്തുക. നിങ്ങൾ നിങ്ങളെ സ്വയം ഒന്ന് വിചാരണ നടത്തുക. നാളെ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ ആഖിറത്തിന് വേണ്ടി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിന് വേണ്ടി എന്ത് അമലാണ് നിങ്ങൾ ചെയ്ത് തയ്യാർ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വിചാരണ സ്വയം നടത്തുക. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂന, അല്ലാഹു തആല നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അറിയുന്നവനാണ്. നിങ്ങൾ എന്ത് പ്രവർത്തികൾ ചെയ്താലും അത് മുഴുവനും അല്ലാഹു തആല അറിയും. അള്ളാഹുവിന് ഒന്നും അവ്യക്തമല്ല, ഒന്നും അള്ളാഹുവിന് മറഞ്ഞിരിക്കുകയില്ല, എല്ലാം അല്ലാഹു തആല അറിയുന്നവരാണ്. വലാ തകൂനു, നിങ്ങളാവരുതേ, കല്ലദീന നസുല്ലാഹ, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന വിഭാഗത്തെ പോലെ നിങ്ങളാവരുതേ. ഫ അൻസാഹും, അങ്ങനെ അള്ളാഹിനെ മറന്ന് ജീവിച്ച എന്താ ഉണ്ടാവുക? ഫ അൻസാഹും, അള്ളാഹു താല അവരെ മറപ്പിക്കും. അംഫുസഹും, അവരുടെ ശരീരങ്ങൾ അള്ളാഹു താല മറപ്പിക്കും. അള്ളാഹിനെ മറന്ന് ജീവിച്ചാൽ അള്ളാഹു താല അവരെ മറപ്പിക്കും. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ തഫ്സീറിൽ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കണം, അള്ളാഹിനെ മറന്ന് നിങ്ങൾ ജീവിക്കരുത്. സ്വാലിഹ, അങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ മറന്ന് ജീവിച്ചാൽ നിങ്ങളുടെ ശരീരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ, ആ അമലുകളെ അള്ളാഹു താല മറപ്പിക്കും, നന്മ ചെയ്യാൻ തോന്നിപ്പിക്കൂലാന്ന്. അള്ളാഹിനെ മറന്ന് ജീവിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ? നമുക്ക് നന്മ ചെയ്യാനുള്ള മനസ്സ് വരൂലാന്ന് അള്ളാഹു താല അത് മറപ്പിക്കും. ഉലായിക ഹുമുൽ ഫാസിഖൂന, അക്കൂട്ടർ തമ്മാടികളാണ്. അള്ളാഹുവിൻ്റെ താഅത്തിനെ തൊട്ടവർ പുറത്തുപോയവരാണവർ. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ, അള്ളാഹുവിന് വഴിപ്പെടുന്നതിനെ തൊട്ട് പുറത്താണവർ. അവർ ഖിയാമത്ത് നാളിൽ അവർ നശിച്ചവരായിരിക്കും. അവരുടെ മടക്ക ദിവസത്തിൽ അവർ പരാജിതരായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ മുനാഫിഖൂനയിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ മക്കളോ നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. അൻ ദിക്രില്ലാഹി, അള്ളാഹ് എന്ന ദിക്റിനെ തൊട്ട്, അള്ളാഹ് എന്ന ഓർമ്മയെ തൊട്ട്, അള്ളാഹ് എന്ന സ്മരണയെ തൊട്ട് നിങ്ങളുടെ സമ്പത്തും മക്കളും നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. അമ്മ യഫ്അലു ദാലിക, ആരെങ്കിലും അങ്ങനെ ചെയ്ത് ജീവിച്ചാൽ, അള്ളാഹിനെ മറന്ന് ജീവിച്ചാൽ, ഫഉലായിക ഹുമുൽ ഖാസിറൂന, അക്കൂട്ടർ പരാജിതരായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഹശ്റിലൂടെ പറയുന്നു, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, സ്വർഗാവകാശികളും നരകാവകാശികളും സമന്മാരല്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂന, സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞാൽ അവർ വിജയികളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ജാസിയിലൂടെ പറയുന്നുണ്ട്, അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആതി, തിന്മകൾ ചെയ്ത് ജീവിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
കല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്തി, സാലിഹായ അമലുകൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തവരെ പോലെ തിന്മ ചെയ്ത് ജീവിക്കുന്നവരാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കണ്ട. വിശ്വസിക്കുകയും സാലിഹായ അമലുകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ സവാഉൻ മഹ്യാഉൻ, അവരുടെ ജീവിതകാലവും മരണകാലവും സമമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയോ അതൊക്കെ മരണശേഷവും അവർക്ക് ചെയ്യാൻ കഴിയും. അവരുടെ ജീവിതകാലത്ത് ചെയ്ത പോലെ മരണകാലത്തും അവർക്ക് ചെയ്യാൻ കഴിയും. അത് അള്ളാഹു കൊടുക്കുന്ന കഴിവാണത്. അള്ളാഹുവിന് വിശ്വസിക്കുമ്പോൾ സഅമാ യഹ്കുമൂന, അവർ വിധി പറയുന്ന ഒന്നിൻ്റെ ജിൻസ് വളരെ ചീത്ത. അവരുടെ വിധി എന്താ? അവർ ഞങ്ങൾ രക്ഷപ്പെടും, ഞങ്ങൾ നിങ്ങളെക്കാൾ മുമ്പിലാകുമെന്ന് പറയുന്ന വാദക്കാരാണ്. പക്ഷേ അവർ തിന്മ ചെയ്ത് ജീവിക്കുമ്പോൾ അള്ളാഹു താല ഒരിക്കലും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരെ പോലെ അവരാക്കൂല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തു സ്വാദിലൂടെ പറയുന്നുണ്ട്, അം നജ്അലുൽ ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സ്വാലിഹായ അമലുകളും ചെയ്യുന്ന ആളുകളെ നമ്മളാക്കുമോ കൽ മുഫ്സിദീന ഫിൽ അർളി, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, ഭൂമിയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന, ഭൂമിയിൽ ഫിത്നയുണ്ടാക്കുന്നവരെ പോലെ നമ്മളാക്കുമോ? അം നജ്അലുൽ മുത്തഖീന, അതോ നമ്മൾ മുത്തഖീങ്ങളാക്കുമോ കൽ ഫുജ്ജാരി, ഫുജ്ജാറിനെ പോലെ തമ്മാടികളെപ്പോലെ നമ്മളാക്കുമോ? ഇല്ല, തമ്മാടികളെപ്പോലെ ഒരിക്കലും അള്ളാഹുവിനനുസരിക്കുന്നവർ അള്ളാഹു ആക്കുകയില്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂന, അസ്ഹാബുൽ ജന്നത്ത് സ്വർഗാവകാശികൾ, അവർ വിജയികളാണ്. നമ്മൾ ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിനെ